ഹായ് ഫ്രണ്ട്സ്, പണ്ട് എൻ്റെ മുത്തശ്ശി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കി തന്നിരുന്ന ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. പണ്ട് കാലങ്ങളിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് മുത്തശ്ശി ഉണ്ടാക്കി തന്നിരുന്നൊരു ചമ്മന്തിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കും നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, ഒരു വലിയ തേങ്ങ കേട്ടോ. ഒരു 3-4 ഉണ്ടമുളകും ഒരു 6 സാദാ മുളകും എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മല്ലി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, ഇനി ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം. സ്റ്റൗ ഓണാക്കി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തേങ്ങയുടെ നനവെല്ലാം ഒന്ന് മാറി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. അത് പകുതി വറവാവുന്ന സമയത്ത് നമുക്കിനിയും ചില ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിത് വറുത്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു പകുതി വറവായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഒരു പിടി കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയാണ്. പുളിയും കൂടെ ചേർത്തതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ കയ്പ്പ് രസം ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ നോക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോരാ, കുറച്ചും കൂടെ മുക്കാനുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പുപൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഒട്ടും നനവില്ലാത്തൊരു മിക്സിയുടെ ജാറ് വേണം എടുക്കാൻ. ജാറൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അങ്ങ് പൊടിയണ്ട, കുറച്ച് തരിയായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഒത്തിരി ഭസ്മം പോലെ അങ്ങ് പൊടിക്കേണ്ട കാര്യമില്ല. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ കാലം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നൊരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, താങ്ക് യു.